الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة كانت على المؤمنين كتابا موقوتا. പ്രിയമുള്ള സഹോദരങ്ങളെ, കർമ്മ രംഗത്ത് ഇസ്ലാം ഏറെ പവിത്രതയും പ്രാധാന്യവും കൽപ്പിക്കുന്ന, ഒരാൾ ഷഹാദത്ത് അംഗീകരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാണ് റബ്ബേ എന്ന് അള്ളാഹുവിനോട് സാക്ഷ്യം വഹിച്ച, അതിന് സാക്ഷി നിന്ന മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഷഹാദത്തിനെയും വിശ്വാസത്തെയും എല്ലാം ഊട്ടിയുറപ്പിക്കുകയും ബലമേകുകയും ചെയ്യുന്ന, നാളെ പാരത്രിക ലോകത്ത് ആദ്യമായി കർമ്മരംഗങ്ങളിൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന നമസ്കാരം എന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം നാം ഏറെക്കുറെ ബോധവാന്മാരാണ്. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ചില അശ്രദ്ധകളൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ളതുമായ ഒരു ആരാധനയാണ് നിസ്കാരം. ആ നിലക്ക് അതിനെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രാധാന്യവും നമസ്കാരത്തിന്റെ സമയവും അതിൽ നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ്, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായി അവിടെ നിന്നും വന്നിട്ടുള്ള നിസ്കാരത്തിന്റെ രൂപവും സമയങ്ങളും, അതുപോലെ തന്നെ ഇന്ന് പിൽക്കാലത്ത് ആ നിസ്കാരത്തിന്റെ രൂപഭാവങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ അതിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള, കടന്നു വന്നിട്ടുള്ള ബിദ്ഈ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നാം പരിശോധിക്കുകയും മനസ്സിലാക്കുകയും, അതുകൊണ്ട് തന്നെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കണം എന്ന പ്രവാചക വചനത്തെ മുൻനിർത്തിക്കൊണ്ട് നിസ്കാരത്തെ കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും നിസ്കാരം 5 നേര നമസ്കാരമാണ് എന്ന് ഖുർആന്റെ വചനങ്ങൾ കൊണ്ട് 5 നേര നമസ്കാരം എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. പക്ഷേ ചില ആളുകൾ ഖുർആനിൽ 5 നേരത്തെ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ, 5 വക്തുകളായി തരംതിരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ആധുനിക ചിന്ത ചില ആളുകളെ, അത്തരം ചിന്താഗതികൾ വലയം ചെയ്യുകയും, പിൽക്കാലത്ത് നമുക്കറിയാം നിസ്കാരം 3 വക്തായി ചില ആളുകൾ അതിനെ കൊണ്ടു നടക്കുകയും ഖുർആൻ മാത്രം മതി എന്ന് ചില ആളുകൾ പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഖുർആൻ ആഴത്തിലും, അല്ലെങ്കിൽ ഒരല്പം സന്മനസ്സോടുകൂടി പഠിക്കാനും ഓതുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഒരു വാക്യം, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. ഹീന തുംസൂന, മസാ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം എന്നാണ്. ഹീന തുംസൂന, നിങ്ങൾ സന്ധ്യാസമയങ്ങളിലാകുമ്പോ, അതിന്റെ വിശദീകരണങ്ങൾ പലതും പരിശോധിക്കുമ്പോ ആ സന്ധ്യാസമയങ്ങളിലെ പ്രകീർത്തനം എന്ന് പറയുന്നത് മഗ്രിബും ഇശാഉമാകുന്ന നമസ്കാരങ്ങളാണ് എന്ന് അത് പഠിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വഹീന തുസ്ബിഹൂൻ, സുബ്ഹിന്റെ സമയം, പ്രഭാതത്തിന്റെ സമയത്ത് നിങ്ങൾ അവനെ പ്രകീർത്തിക്കുക. അപ്പൊ മഗ്രിബും ഇശാഉം സുബ്ഹിയും. അതുപോലെ തന്നെ അടുത്ത ആയത്ത്, വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സകല ഹംദുകളും അവനാണ്. വഅശിയൻ, നിങ്ങൾ അശീന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ സായാഹ്ന സമയം, അസറിന്റെ നേരം. വഹീന തുൽഹിറൂൻ, അതുപോലെ തന്നെ പിന്നെ ഈ ളുഹറിന്റെ സമയം. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകം ആരാധനകളിൽ മുഴുകണം, തസ്ബീഹുകൾ നിങ്ങൾ ചൊല്ലണം, ഉരുവിടണം, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ളവരാണ്, ജോലിയാണെങ്കിലും വിശ്രമമാണെങ്കിലും അങ്ങനെയൊക്കെ മനുഷ്യന് ആവശ്യമായ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ചില ഈ 5 സമയങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും മനുഷ്യന്റെ വിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും സമയങ്ങളിൽ നിന്ന് ഒരൽപ്പം ഇതിനു വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ ഉതകുന്ന സമയങ്ങളാണവ. ആ സമയങ്ങളിൽ നിങ്ങൾ പ്രകീർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ സുബ്ഹാൻ അല്ലെങ്കിൽ സബ്ബഹ എന്ന പദത്തിന് അവർ അർത്ഥം കൽപ്പിച്ചു പോരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രായോഗിക തലത്തിൽ അവർ കൊണ്ടു നടന്നിരുന്ന ഒരു അർത്ഥമുണ്ട്. സബ്ബഹൽ ഫജ്ർ എന്ന് അവർ പറയാറുണ്ട്, സുബഹി നിസ്കരിച്ചു എന്ന് പറയാൻ വേണ്ടി. അപ്പൊ സബ്ബഹ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചെയ്തു എന്ന് മാത്രമല്ല, നിസ്കരിച്ചു എന്ന അർത്ഥത്തിൽ കൂടി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ 5 നേരങ്ങളെയും അല്ലെങ്കിൽ വഖത്തുകളെയും ഈ നിലക്ക് പറയപ്പെട്ടതായി നമുക്ക് ഖുർആൻ കൃത്യമായി പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇശാ എന്ന പദം ഖുർആനിൽ തന്നെ അങ്ങനെ വന്നു. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇ എന്ന സൂറത്തു നൂറിലെ 58ാമത്തെ വചനം ഇശാഇ എന്ന പദം തന്നെ അങ്ങനെ കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് പിന്നെ സ്വലാത്തുൽ ഫജ്രി കാന മഷ്ഹൂദ, പിന്നെ നിങ്ങളുടെ ഈ പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നിങ്ങൾക്ക് ഷഹീദാണ് എന്ന് പറയുന്ന ഭാഗത്ത് അപ്പൊ ഫജ്ർ നിസ്കാരവും അവിടെ വന്നു. ഇങ്ങനെ നോക്കുമ്പോ 5 വക്തുകളെയും ഖുർആൻ പ്രതിപാദിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി സഹോദരന്മാരെ, നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി ഈ സമയങ്ങളിൽ തന്നെ കൃത്യമായി ചെയ്യേണ്ട ആരാധനാ കർമ്മമായിട്ടാണ് നിസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ 5 നേര നിസ്കാരം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇങ്ങോട്ട് തുടർന്നു വരുന്ന ഒരു ചര്യയും ഏതൊരാൾക്കും അറിയാവുന്നതും നമ്മുടെ ഇതര സമൂഹങ്ങൾക്കും മതക്കാർക്ക് പോലും അറിയുന്ന ഒരു വസ്തുതയാണ് മുസ്ലിങ്ങളുടെ 5 നേര നമസ്കാരം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും നിസ്കാരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ കാണാൻ കഴിയുന്നത് അസ്വലാത്തുൽ ഖംസ്, 5 നേര നമസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ കാലയളവ്, കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള ആ ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് കഫാറത്തിന്റെ സമയമാണ്. നമുക്ക് പ്രായശ്ചിത്തം അല്ലാഹു പാപമോചനം നൽകാനുള്ള സമയമാണ്. ഒരു ജുമുഅ നമ്മൾ പങ്കെടുത്തു, ഇന്നലെ നമ്മൾ ജുമുഅയിൽ പങ്കെടുത്തു, ഇനി അടുത്ത ജുമുഅ വരെ അത് കഫാറത്തിന്റെ സമയം. അടുത്ത ജുമുഅ നിർവഹിക്കുന്നതോടുകൂടി നമ്മൾ ഈ ജുമുഅയുടെ ഇടയിൽ വന്നിട്ടുള്ള 2 ജുമുഅകൾക്കിടയിൽ വന്നിട്ടുള്ള പാപങ്ങൾ, ചെറുപാപങ്ങൾ, അതാണ് മാലം തുഗ്ശ, വലിയ പാപങ്ങൾ വന്നിട്ടില്ല എങ്കിൽ, മഹാപാപങ്ങളാണ് എങ്കിൽ തൗബ ചെയ്യൽ നിർബന്ധമാണ്. അതല്ലാത്തിടത്തോളം ഈ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ അല്ലാഹു തന്നെ നിശ്ചയിച്ച സംവിധാനം. പിന്നെ വഖത്ത് മുതൽ അടുത്ത വഖത്ത് വരെ നമ്മൾ സുബഹി നിസ്കരിച്ചു, നമ്മൾ ളുഹർ വരെ നമ്മൾ കാത്തിരിക്കുകയാണ്, ളുഹറിന്റെ സമയം. ഇതിനിടയിൽ വരുന്ന എന്തെങ്കിലും ചെറുപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ പിന്നെ സമയത്തിനുള്ളിൽ അടുത്ത ളുഹറോടുകൂടി പരിഹരിക്കപ്പെടുന്നു. ളുഹറിന് ശേഷം എന്തെങ്കിലും അപാകതകൾ സംസാരത്തിലോ വാക്കിലോ നോക്കിലോ ചെറിയ പാപങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അസ്റോടുകൂടി അത് പരിഹരിക്കപ്പെടുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് റഹീമാണ്, റഹ്മാനാണ് എന്ന് പറയുന്നത് എത്രമാത്രം അന്വർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ അടിമയോട് അള്ളാഹു കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും, അവനൊരു തിന്മയിലേക്ക് പോകാൻ അനുവദിക്കാതെ അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഇവിടെ ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പൊ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, അതേപോലെ തന്നെ സ്വലവാത്തുൽ ഖംസ്, 5 നേര നമസ്കാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ പാപക്കറകൾ പൊറുക്കപ്പെടാൻ കഫാറത്തിനുള്ള ഒരു സന്ദർഭവും സാഹചര്യവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഉസ്മാൻ റളിയല്ലാഹു പറയുന്ന ഒരു വാക്യം, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ വ്യക്തി, തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബ, അവന് നിർബന്ധ നിസ്കാരത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, എന്നിട്ട് ഫയുഹ്സിനു വുളൂഅഹ, അവൻ ഏറ്റവും നല്ല രൂപത്തിൽ കഴുകേണ്ട, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കഴുകി വുളൂഅൊക്കെ എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് വഖുശൂഅഹ, വളരെ ഭക്തിയോടുകൂടി, വറുകൂഅഹ, അതിലെ റുകൂഉകളും എല്ലാം വളരെ ഭംഗിയായി
വളരെ വൃത്തിയായി ഖുശൂഅോടുകൂടി നിർവഹിച്ചാൽ ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബ്ലഹാ മിനദ്ദുനൂബ്, അവൻ മുമ്പ് ചെയ്ത പാപങ്ങൾക്ക് അത് കഫാറത്താണ്. മാലം തുഅത കബീറത്തുൻ, വലിയ പാപങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ വദാലിക തഹ്റകുല്ല, അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു കൃത്യതയും ഒരു നിഷ്ഠയും വെച്ചു പുലർത്തൽ അനിവാര്യമാണ്. ജീവിതക്രമങ്ങൾക്ക് പോലും നിസ്കാരം നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. അത് വളരെ പ്രധാനമുള്ളതാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ സമയങ്ങൾ നമ്മൾ കൃത്യത പാലിക്കുവാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ഇളവുകളൊക്കെ ഇസ്ലാം അനുവദിക്കുന്നു. ഇൻഷാല്ലാ ആ വിഷയമായൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ സമയപരിധി എത്രയാണ്, ഇപ്പൊ ളുഹറിന്റെ സമയം എത്രയാണ്, അസർ ഏതുവരെ നിസ്കരിക്കാം, മഗ്രിബ് എത്ര നിസ്കരിക്കാം, ഇന്നിത്യാദി സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും സമയാസമയങ്ങളിൽ നിർവഹിക്കലാണ് അതിന്റെ ഏറ്റവും അഫ്ളലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.